കൂടി ന്യൂസ് ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. സജിത്ത, അർജുൻ തന്നെയാണോ ഇപ്പോഴും ഇത് എന്നുള്ള ഒരു അനുമാനത്തിലേക്ക് നമുക്ക് കടക്കാൻ കഴിയില്ല. പക്ഷേ ഈ ഒരു അപകട സമയത്ത് ഈ അപകടത്തിൽപ്പെട്ട് അർജുനും ലോറിയും ഗംഗാവലി പുഴയിലേക്കാണ് വീണതെങ്കിൽ ശക്തമായ അടിയൊഴുക്കുള്ള പുഴയായിരുന്നു. കടലിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു സാഹചര്യവും സാധ്യതയും കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ തന്നെ തുടക്കം മുതൽ തന്നെ സംസാരിച്ചതുമാണ്. അത്തരത്തിൽ ഈ ഒരു ഗൂഗിൾ മാപ്പിന്റെ സംവിധാനം ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇത് അർജുൻ തന്നെ ആകാനുള്ള ഒരു അനുമാനം ഏത് വിധത്തിലാണ് നമുക്ക് മുന്നിലുള്ള കാര്യങ്ങൾ, സൂചനകൾ? ആര്യ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ കിട്ടിയ മൃതദേഹം അർജുൻ്റേതാണെങ്കിൽ അങ്ങനെയെങ്കിൽ ഈ അപകടത്തിന് ശേഷം ഈ മൃതദേഹം കിലോമീറ്ററുകളോളം ഒഴുകിപ്പോയി എന്നതാണ്. നിലവിലെ സാഹചര്യത്തിൽ ആ നദിയുടെ കുത്തൊഴുക്കിൻ്റെ പശ്ചാത്തലത്തിൽ അത് സാധ്യമായില്ല എന്ന് നമുക്ക് വിശ്വസിക്കാനും വയ്യ. അതുകൊണ്ട് ആ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് പരിശോധനകളിലേക്ക് പോകുന്നത്. ഇതിൽ കർണാടകയിലെ അവിടുത്തെ സർക്കാർ അധികൃതരാണ് ഇക്കാര്യത്തിൽ ഇനി തുടർ പരിശോധനകളിലേക്ക് പോവേണ്ടത്. നേരത്തെ ബൈജു സൂചിപ്പിച്ചതുപോലെ കർണാടക ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ് ഈ ലാൻഡ് സ്ലൈഡുമായി ബന്ധപ്പെട്ട തുടരന്വേഷണങ്ങളും തിരച്ചിൽ കാര്യങ്ങളും. എന്തായാലും ഇത് നിർത്തിവെക്കരുത്, പരിശോധന തുടരണമെന്ന കാര്യം കോടതി തന്നെ നിർദ്ദേശം നൽകിയ പശ്ചാത്തലത്തിൽ ഇത്തരം സാധ്യതകൾ സ്വാഭാവികമായും അത് പരിശോധിക്കപ്പെടും. പക്ഷേ അവിടുത്തെ ജില്ലാ അധികൃതരും പോലീസ് അധികൃതരും ഒക്കെ നൽകുന്ന സൂചന അത് അർജുൻ്റേതാവാനുള്ള സാധ്യത കുറവാണ് അവർ പങ്കുവയ്ക്കുന്നത്. പക്ഷേ ആ സാധ്യത മുൻനിർത്തിയുള്ള അന്വേഷണത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇനി അർജുൻ്റെ മൃതദേഹം തന്നെയാണ് ഇവിടെ നിന്നും കണ്ടെടുത്തതെങ്കിൽ എങ്ങനെയാണ് അത് അവിടെ എത്തിയത് എന്ന കാര്യമാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. ഇത് ഈ മാപ്പിൻ്റെ സഹായത്തോടെ നോക്കുമ്പോൾ അറിയാം, എല്ലാവർക്കും ഒരുപക്ഷെ മലയാളികൾക്ക് പരിചിതമായ ഇടമാണ്. അതായത് ഷുലൂർ ഈ ലാൻഡ് സ്ലൈഡ് മണ്ണിടിച്ചിൽ ദുരന്തം നടന്ന ഇടമാണ്. ഇവിടെ നിന്നാണ് ഗംഗാവലി പുഴ പിന്നീട് കടലിലേക്ക് ഒഴുകുന്നത്. സ്വാഭാവികമായും ഇങ്ങനെ കടലിലേക്ക് ഒഴുകി ഒടുവിൽ അത് അഴിമുഖത്തിലേക്ക് എത്തുന്ന സ്ഥലം ഇവിടെയാണ്. അഴിമുഖത്തിലേക്ക് എത്തി. സാധാരണ രീതിയിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഈ അഴിമുഖത്ത് എത്തിയ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഈ മൃതദേഹമോ അല്ലെങ്കിൽ സംശയകരമായ മറ്റ് വസ്തുക്കളോ എത്താനുള്ള സാധ്യത തുടക്കത്തിൽ തന്നെ പങ്കുവച്ചിരുന്നു. പക്ഷേ ആ തരത്തിലുള്ള പരിശോധനകളിലൊന്നും ആ പുഴയിൽ അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ഈ ഗംഗാവലി പുഴ അഴിമുഖത്തേക്ക് എത്തിയ സ്ഥലത്ത് നിന്നും താഴ്ഭാഗത്തേക്കാണ്. അതായത് കടൽ തീരത്ത് വീണ്ടും താഴ്ഭാഗത്തേക്ക് ചെല്ലുമ്പോഴാണ് ഇതിപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഗംഗാവലി പുഴ കടലിൽ ഈ ഭാഗത്തായി ചേരുന്നു. അവിടെ നിന്നും താഴത്തേക്ക് വരുമ്പോൾ കേരളത്തിൻ്റെ ആ തീരത്തേക്ക് വരുന്ന ഭാഗത്തേക്ക് വരുമ്പോഴാണ് വീണ്ടും മറ്റൊരു പുഴ ഇവിടെ ഈ നദിയിലേക്ക് വന്നു ചേരുന്ന സ്ഥലമുണ്ട്. ആ ഭാഗത്താണ് ഇപ്പോൾ ഇത് കണ്ടെത്തിയിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ ഭാഗത്തായിട്ട് ഏകദേശം ഈ തീരങ്ങളിലായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഈ തീരപ്രദേശത്ത് വന്ന് മൃതദേഹം കണ്ടെത്തിയെന്നതാണ്. അങ്ങനെയെങ്കിൽ എത്ര കിലോമീറ്റർ ഇത് മൃതദേഹം മറികടന്നാണ് ഇവിടെ എത്തിയത് എന്നതാണ് അതിൻ്റെ പ്രത്യേകത. അത് ഈ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. അതായത് അപകടമുണ്ടായ സ്ഥലം ഇവിടെ നിന്നും മൃതദേഹം ഒഴുകി ഇവിടം വരെ വന്നിരിക്കാം. അതിനുശേഷം കടൽ തീരത്തിലൂടെ അല്ലെങ്കിൽ കടലിലൂടെ ഒഴുകി നടന്ന മൃതദേഹം ഈ തീരത്തടിഞ്ഞിരിക്കാം. ഇതാണിപ്പോൾ നമുക്കൊരു സാധ്യതയായി മുന്നിൽ കാണിക്കാൻ കഴിയുന്ന കാര്യം. അങ്ങനെയെങ്കിൽ ഇത് അസാധ്യമാണ് എന്ന് നമുക്ക് പറയുകയും വയ്യ. കാരണം അവിടുത്തെ സാഹചര്യം അതായിരുന്നു, നദിയുടെ കുത്തൊഴുക്ക് അതായിരുന്നു, വലിയ അടിയൊഴുക്കുണ്ടായിരുന്ന സ്ഥലമാണ്. ഒപ്പം അവിടുത്തെ കാലാവസ്ഥയും ഒപ്പം കടലിൻ്റെ പശ്ചാത്തലവും ഒക്കെ നോക്കുമ്പോൾ അതിൻ്റെ സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. പക്ഷേ ഇവിടെ നിന്നും കാണാതായിരിക്കുന്ന ഒരു മത്സ്യത്തൊഴിലാളിയുണ്ട് കഴിഞ്ഞ ദിവസം. അദ്ദേഹത്തിൻ്റെ മൃതദേഹമാണോ എന്ന സാധ്യത ഏറ്റവും അധികം കൂടുതലായി പരിഗണിക്കപ്പെടുന്നുണ്ട്. കാരണം മൃതദേഹത്തിന് അത്ര കണ്ട് പഴക്കമില്ല എന്നതാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ട്. 3:30 അവിടെ ഈശ്വർ മാൽപ്പെ എത്തുമ്പോൾ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്ന് നമുക്ക് കരുതാം. നമുക്ക് കർണാടക സർക്കാർ അധികൃതരുമായി നമുക്ക് ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അവരും ഇക്കാര്യത്തിൽ അർജുൻ്റേതാണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണവും നൽകുന്നില്ല. എന്തായാലും DNA പരിശോധന ആവശ്യം കുടുംബം ഉന്നയിച്ചിട്ടുണ്ട്, അർജുൻ്റെ ഫാമിലി ഉന്നയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ആ സാധ്യതകളിലേക്ക് നമുക്ക് തീർച്ചയായും പോവേണ്ടി വരും. കാരണം നമ്മളെ സംബന്ധിച്ച് അർജുൻ്റെ തിരോധാനം ഈ ലാൻഡ് സ്ലൈഡുമായി ബന്ധപ്പെട്ട് ഇതുവരെ ആ ലോറി പോലും കണ്ടെത്താനാവാത്തത് നമുക്ക് മുന്നിൽ ഒരു വലിയ വെല്ലുവിളിയായി അവശേഷിക്കുകയാണ്. നമ്മൾ എത്രയോ നാളുകളായി മലയാളികൾ ഒന്നടങ്കം കാത്തിരുന്ന ഒരു പ്രധാനപ്പെട്ട ദൗത്യമാണിത്. ഒപ്പം ഈ ലോറി ഉടമ മനാഫ് കൂടി ഈ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട് എന്നൊരു പുതിയ കാര്യം കൂടി വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കൂടുതൽ വ്യക്തത ഇക്കാര്യത്തിൽ വരുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. എന്തായാലും മൃതദേഹം കണ്ടെത്തിയ സ്ഥലവും അപകടം നടന്ന സ്ഥലവും തമ്മിൽ കിലോമീറ്ററുകളുടെ വ്യത്യാസമുണ്ട്. ഏകദേശം 60 കിലോമീറ്ററോളം ദൈർഘ്യം വരുന്നുണ്ട് എന്നതാണ് ഏകദേശമായി തന്നെ നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ഗംഗാവലി പുഴയും ഈ പ്രദേശവുമായി, ഇത് മറ്റൊരു പുഴയാണ്, കർണാടകത്തിൽ നിന്ന്
തന്നെ കടലിലേക്ക് ചേരുന്ന മറ്റൊരു പുഴയാണ്. പക്ഷേ അവിടവുമായി ചേരുന്ന മറ്റു ഇടങ്ങളില്ല. അതായത് അപകടം നടന്ന സ്ഥലം എവിടെയാണ്, ഇവിടെ നിന്ന് ഈ പുഴയിലേക്ക് എത്താൻ ഡയറക്റ്റ് വഴികളില്ല. അങ്ങനെയെങ്കിൽ പുഴയിലൂടെ മൃതദേഹം ഈ ഭാഗം വരെ ഒഴുകിപ്പോയി അവിടുന്ന് പിന്നീട് കടലിൽ ഈ തീരത്ത് വന്നടിഞ്ഞു. ആ ഒരു വിശ്വാസത്തിനാണ് നമുക്ക് കൂടുതൽ സാധ്യത കൽപ്പിക്കാനാവുന്നത്. ഇത് മൃതദേഹം അർജുൻ്റേതാണെങ്കിൽ ഒരു സാധ്യതയായി നമുക്ക് പറയാൻ കഴിയുന്നത് ഇത് മാത്രമാണ്. പക്ഷേ ഇത്ര അധികം ദൂരം പോയി എന്നത് അല്ലെങ്കിൽ അത്തരം സാധ്യത നമുക്ക് എത്ര കണ്ട് അത് ഒരു സാധ്യതയെ പങ്കുവെക്കുന്നതിനപ്പുറത്തേക്ക് അതിൻ്റെ പ്രയോഗതലത്തിൽ അത് എത്ര കണ്ട് ഉണ്ടായി എന്ന കാര്യം പരിശോധിക്കപ്പെടേണ്ടതാണ്. എന്തായാലും ഇതിൽ ഒരു DNA പരിശോധന ആവശ്യമാണ്. ഒപ്പം തന്നെ ആ മൃതദേഹത്തിൻ്റെ പ്രാഥമിക പരിശോധനയിലും ഇൻസ്പെക്ഷനിലും ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും കർണാടകയിലെ ജില്ലാ അധികൃതർ, ജില്ലാ ഭരണകൂടം ഇത് സംബന്ധിച്ച് ഇതുവരെയും ഒരു കാര്യം പങ്കുവച്ചിട്ടില്ല, വ്യക്തത വരുത്തിയിട്ടില്ല. ചില സാധ്യതകൾ മാത്രമാണ് പങ്കുവയ്ക്കപ്പെടുന്നത്. ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഒരു മൃതദേഹം അതൊരു പുരുഷൻ്റേതാണെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അത് മത്സ്യത്തൊഴിലാളിയുടേതാണോ, അതല്ല അർജുനൻ്റേതാണോ, അതല്ലെങ്കിൽ അപകടത്തിൽ മരണപ്പെട്ട മറ്റാരുടേതെങ്കിലുമാണോ, ആ സാധ്യത നമുക്ക് മുന്നിലുണ്ട്. അതിലൊരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. എന്തായാലും അപകടം നടന്ന ഈ സ്ഥലത്ത് നിന്നും മൃതദേഹം കണ്ടെത്തിയ ഈ സ്ഥലം വരെ ഒഴുകിയെത്താൻ സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. അതെ, അത് തന്നെയാണ് സജിത്ത് സൂചിപ്പിക്കുന്നത്. അതായത് ഈ മൃതദേഹം ഒഴുകിയെത്താനുള്ള സാധ്യത അത് പ്രാക്ടിക്കലി എത്രത്തോളം പോസിബിൾ ആകും എന്നുള്ളത്. കാരണം ഈ 60 കിലോമീറ്റർ ദൂരം എന്നുള്ളത് അതിനെ നമുക്ക് തള്ളിക്കളയാനും കഴിയില്ല, പക്ഷേ പൂർണ്ണതോതിൽ ഉൾക്കൊള്ളാനും കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. സജിത്ത്, നമുക്കറിയാം ഈ കഴിഞ്ഞ 22 ദിവസമായി നമ്മൾ ഈ ഒരു ദൗത്യത്തിൽ മാത്രം ഊന്നി നിന്നവരാണ്. അർജുൻ എവിടെ എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടി ഉറച്ചു നിന്നവരാണ് മലയാളികൾ എല്ലാവരും തന്നെയും. ഇതിനിടയിൽ വയനാട് അപ്രതീക്ഷിതമായി ഉണ്ടായ വലിയ ദുരന്തത്തിന്റെ വാർത്തകളിൽ ൊക്കെ നമുക്ക് പോകേണ്ടി വന്നതുകൊണ്ടാണ്. പക്ഷേ ഇതിനിടയിൽ നമുക്ക് ഈ പറഞ്ഞു പോകാം, അതായത് ഈ തുടക്കം മുതൽ ഈ രക്ഷാദൗത്യത്തിന്റെ ഒരു പ്രവർത്തന രീതി അടക്കം എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. തുടക്കഘട്ടത്തിലൊന്നും വളരെ മന്ദഗതിയിൽ പോയ ഒരു രക്ഷാപ്രവർത്തനം, കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങളുടെ അടക്കം ഇടപെടൽ മൂലം വളരെ ശക്തി ആർജിച്ചുകൊണ്ട് പിന്നീട് സൈന്യമടക്കം എത്തി ഊർജിതമായ ഒരു തെരച്ചിലാണ്. പക്ഷേ ഈ തെരച്ചിൽ നടക്കുന്ന സമയത്തൊക്കെ തന്നെ നമുക്കറിയാം എത്രത്തോളം വലിയൊരു മണ്ണിടിച്ചിലാണ് അവിടെ ഉണ്ടായത് എന്നുള്ളത്. ഈ കാണാതായ ആളുകളെ കണ്ടെത്തുക എന്നുള്ളത് അത്രത്തോളം എളുപ്പമായ ഒരു കാര്യവുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ദിവസങ്ങൾ എടുക്കേണ്ടിയും വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഘട്ടങ്ങളിലെല്ലാം പല തരത്തിലുള്ള അനുമാനങ്ങൾ പലർക്കും ഉണ്ടായിരുന്നു. ഒരു വിഭാഗം കരയിൽ തന്നെ ഈ ലോറിയും അർജുനും ഉണ്ട് എന്നുള്ള അനുമാനത്തിൽ വിശ്വസിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു, അതിനുവേണ്ടി വാദിക്കുന്നുണ്ടായിരുന്നു. മറുവശത്ത് പുഴയിലാകാം ഈ അർജുനും ലോറിയും ഉണ്ടാവുക എന്നുള്ള അനുമാനം ഉണ്ടായിരുന്നു, അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾക്കറിയാം എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് കരയിൽ അർജുനില്ല എന്നുള്ളത് സ്ഥിരീകരിക്കുന്നതും പുഴയിൽ തന്നെ ഉറപ്പിച്ചുകൊണ്ടുള്ള ഈ രക്ഷാദൗത്യം പുരോഗമിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു. ഈ ഘട്ടത്തിൽ എപ്പോഴെങ്കിലുമൊക്കെയും ഈ രക്ഷാപ്രവർത്തകരും അധികൃതരുമൊക്കെ കടലിൽ എത്തിയിട്ടുണ്ടാകാം എന്നുള്ള ഒരു സാധ്യതയെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അവരുടെ ഈ വിഷയത്തിലെ ഒരു നിഗമനം എങ്ങനെയായിരുന്നു? ആര്യ, വളരെ പ്രധാനപ്പെട്ടതാണ് ആ ചോദ്യവും. അത് നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം കൂടിയാണ്. കാരണം എന്തുകൊണ്ട് അർജുൻ്റെ മൃതദേഹം പുറത്തേക്ക് ഒഴുകി അല്ലെങ്കിൽ കൂടുതൽ സ്ഥലത്ത് കണ്ടെത്താനുള്ള സാധ്യത എന്ന ചോദ്യത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഇത്തരം സംശയങ്ങൾ പ്രകടിപ്പിക്കേണ്ടി വരുന്നത്. പക്ഷേ അർജുൻ്റെ കേസിൽ ഈ അപകടം നടന്നപ്പോൾ അർജുനും ലോറിയും എവിടെ എന്ന ചോദ്യത്തിനാണ് നമുക്ക് ആദ്യം ഉത്തരം കണ്ടെത്തേണ്ടിയിരുന്നത്. അവിടെ ആദ്യമാണ് നമുക്ക് മണ്ണിനടിയിൽ ഈ ലോറി ഉണ്ട് എന്ന ഒരു ചർച്ചയിലേക്ക് തന്നെ പോവുകയും ആ സാധ്യത തേടുകയും ചെയ്തത്. പക്ഷേ നമുക്കറിയാം തെരച്ചിൽ ആരംഭിച്ചു 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് മണ്ണിനടിയിൽ ഈ ലോറി ഇല്ല എന്ന കാര്യത്തിലേക്ക് സ്ഥിരീകരണം വരുന്നത്. അപ്പോഴാണ് പിന്നെ പുഴയിലേക്ക് പരിശോധന പോകുന്നത്. അപ്പോൾ പുഴയിൽ പരിശോധന നടക്കുമ്പോഴും നമ്മൾ ഒരു കാര്യം ഉറപ്പിച്ചിരുന്നു, ഈ ലോറിയുടെ ക്യാബിനുള്ളിലായിരിക്കും അർജുനുള്ളത്, ക്യാബിന് പുറത്തേക്ക് അർജുൻ പോകാൻ സാധ്യതയില്ല. അപ്പോൾ വാഹനം എവിടെയെന്ന് കണ്ടെത്തിയാൽ അർജുനെ കണ്ടെത്താം. ഇതായിരുന്നു നമുക്ക് മുന്നിലുണ്ടായിരുന്ന വഴി. നമുക്ക് ഓർക്കണം, ഏറ്റവും ഒടുവിലും പുഴയിൽ നടന്ന പരിശോധനയിലും ഈശ്വർ മാൽപ്പയും നേവി ഉദ്യോഗസ്ഥരും അടക്കം ഈ ലൊക്കേഷൻ കണ്ടെത്തിയത് നമ്മൾ ലോറിയുടെ ലൊക്കേഷനാണ് കണ്ടെത്തിയത്. അതായത് ലോറി എന്ന് പറഞ്ഞാൽ ഒരു മെറ്റൽ പാർട്ട്, വലിയൊരു മെറ്റൽ പാർട്ട് വെള്ളത്തിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു, അത് 5 മീറ്ററോളം താഴത്തിലാണ് എന്ന് നമ്മൾ കണ്ടെത്തി. അത് കണ്ടെത്താനാണ് ശ്രമിച്ചത്. പക്ഷേ ആ ലോറിയിലേക്ക് പോലും നമുക്ക് എത്താൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അത് പൂർണ്ണമായും ലോറിയാണെന്നൊരു സ്ഥിരീകരണം പോലും നൽകാൻ ഇതുവരെയും നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് സാഹചര്യം. അപ്പം ലോറിയിലേക്ക് എത്താൻ കഴിയാത്തതോടെയാണ് അർജുനിലേക്കും എത്താൻ കഴിയാതെ വന്നത്. അപ്പോൾ ലോറിയുടെ ക്യാബിനുള്ളിൽ ഇപ്പോഴും അർജുനുണ്ട് എന്ന സാധ്യതയിൽ തന്നെയാണ്
ഇപ്പോഴും സാഹചര്യങ്ങൾ നിൽക്കുന്നത്. പക്ഷേ ഇനി മറ്റു ചില സാധ്യതകൾ കൂടി തുടക്കം മുതൽ പങ്കുവയ്ക്കപ്പെട്ടിരുന്നു. ഒന്ന്, അർജുൻ ലോറി ഈ ആക്സിഡന്റ് മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് ലോറിയുടെ ക്യാബിനുള്ളിൽ നിന്നും ലോറിയിൽ നിന്നും അർജുൻ പുറത്തേക്ക് തെറിച്ചു പോകാനുള്ള സാധ്യത ഒന്ന്. മറ്റൊന്ന്, ലോറിയുടെ പുറത്ത് അർജുൻ നിന്നപ്പോഴാണ് അപകടം ഉണ്ടായതെങ്കിൽ അർജുൻ മറ്റെവിടെയെങ്കിലും അപകടത്തിൽ വിട്ടു പോകാനുള്ള സാധ്യത. ഈ രണ്ട് സാധ്യതകളും, അതായത് ക്യാബിന് പുറത്തേക്ക് അർജുൻ നീങ്ങുന്ന രണ്ട് സാധ്യതകളും സ്വാഭാവികമായും പുഴയിൽ അർജുൻ്റെ മൃതദേഹം ഒഴുകി നടക്കാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. അതുകൊണ്ട് കൂടിയാണ് ഈ സാധ്യതയിലേക്ക് വരുന്നത്. എന്തായാലും ഈ വാഹനവും പുഴയും ആ അന്വേഷണത്തിൽ ഒരു വ്യക്തത ഉണ്ടാവാത്ത ഘട്ടത്തിൽ പുഴയുടെ മറ്റു ഭാഗങ്ങളിൽ സംശയകരമായ വസ്തുക്കൾ എന്തെങ്കിലും ഉണ്ടോ എന്ന പരിശോധന നടത്തിയിരുന്നു. ഇതിൽ തുടക്കത്തിലെ ഒരു കാര്യം പറയേണ്ടതാണ്. കാരണം ആദ്യം ഈ ഷിരൂർ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ ആദ്യഘട്ടത്തിൽ എത്തിയ രക്ഷാപ്രവർത്തകരിൽ ഒന്ന് ഇന്ത്യൻ നേവിയുടെ വിഭാഗമാണ്. നടത്തിയ പരിശോധന പുഴയിൽ മുങ്ങിയുള്ള പരിശോധനയല്ല നടത്തിയത്, മറിച്ച് പുഴയുടെ വിവിധ ഭാഗങ്ങളിലെത്തി ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ, ആരെങ്കിലും സംശയകരമായ വസ്തുക്കൾ ഉണ്ടോ എന്ന പരിശോധനയാണ് നടത്തിയത്. പക്ഷേ പുഴയുടെ ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിലൊന്നും അന്ന് കൂടുതൽ സംശയകരമായ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ചില മൃതദേഹങ്ങളൊക്കെ കണ്ടു. തമിഴ്നാട് സ്വദേശി ഡ്രൈവറുടെ മൃതദേഹമൊക്കെ നമ്മൾ അത് കണ്ടതാണ്, നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടതുമാണ്. അതിനപ്പുറത്തേക്ക് മറ്റു സാധ്യതകളൊന്നും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ ഇതുവരെയും ലോറി കണ്ടെത്താനായിട്ടില്ല. ലോറിയുടെ ക്യാബിനുള്ളിൽ അർജുൻ ഉണ്ടോ എന്ന കാര്യത്തിൽ ഉറപ്പുവരുത്താനായിട്ടില്ല, അത് ഉറപ്പിക്കാറായിട്ടില്ല. എങ്കിലും പുഴയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് അർജുൻ ഒഴുകിപ്പോയിട്ടുണ്ടോ എന്ന സംശയം നമുക്ക് മുന്നിൽ ഉണ്ടായിരുന്നു. അതൊരു സാധ്യതയായിരുന്നു, അത് പരിശോധനയാണ്. പക്ഷേ അത് എത്ര കണ്ട് സങ്കീർണമായിരുന്നു എന്നതാണ്. കാരണം എത്രയോ കിലോമീറ്ററിൽ വിശാലമായി ഒഴുകുന്ന പുഴയാണ് ഗംഗാവലി പുഴ. പിന്നീട് അത് കടലിൽ പതിക്കുന്നു. കടലിലെത്തിയതിന് ശേഷം പിന്നീട് എന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തത ഉണ്ടാവാൻ കഴിയില്ല. മാത്രമല്ല അപകടം നടന്നതിന് ശേഷം ഇത്ര ദിവസങ്ങളായി, അപ്പോൾ മൃതദേഹത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും, ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ വരുന്ന സംശയം ഓരോന്നും അത് കൃത്യത വരുത്തുക, അത് സംശയം ദൂരീകരിക്കുക എന്നത് നമ്മളെ സംബന്ധിച്ച് ഇനി അങ്ങോട്ടുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. അത് നമ്മുടെ കടമയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് നമുക്ക് ഇത്തരം ദൗത്യങ്ങൾ ഏറ്റെടുക്കേണ്ടി വരികയും അതിൽ വ്യക്തത വരുത്തേണ്ടിയും വരുന്നത്. എന്തായാലും കുടുംബവും DNA ഒരു ശാസ്ത്രീയ പരിശോധനയാണ്, അത് അർജുൻ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്താൻ കഴിയുന്ന അത് നമുക്ക് നടത്തേണ്ടി വരുന്നതും അതുകൊണ്ടാണ്. ഒരു പക്ഷേ ഇപ്പോൾ കണ്ടെത്തുന്നത് മത്സ്യത്തൊഴിലാളിയുടേതോ അല്ലെങ്കിൽ മറ്റാരുടേതെങ്കിലും മൃതദേഹം ആണെങ്കിൽ കൂടിയും ഇനിയും ഇത്തരം സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ആ സംശയം ഗൗരവത്തോടെ ഏറ്റെടുക്കേണ്ടി വരും. അത് അർജുനാണോ എന്നോ അർജുൻ അല്ലയോ എന്ന കാര്യത്തിൽ ഉറപ്പുവരുത്തേണ്ടിയും വരും. ആ സംശയം നമുക്ക് മാറ്റേണ്ടിയും വരും. കാരണം അതിൽ നമുക്ക് വ്യക്തത വരുത്തിയേ മതിയാവൂ. ആ കുടുംബത്തിൻ്റെ കാത്തിരിപ്പ് നമുക്കറിയാം. ഒപ്പം ഇതിനിപ്പോൾ മറ്റൊരു പശ്ചാത്തലം കൂടി ഉണ്ടോ എന്നത് ഇത് കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണ് എന്നതുകൊണ്ടുകൂടിയാണ്. അതുകൊണ്ട് ഇതിൻ്റെ തിരച്ചിൽ നടപടികളിൽ നിന്ന് പൂർണ്ണമായി പിന്നോട്ട് പോകാൻ കർണാടക സർക്കാരിനും കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ഈ ദൗത്യം ഏറ്റെടുക്കണം. ഇപ്പോഴത്തെ സാഹചര്യത്തിലും വ്യക്തത വരുത്തേണ്ടി വരുന്നതും അതുകൊണ്ടുകൂടിയാണ്. തീർച്ചയായും TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. സജിത്തും KV ബൈജുവുമാണ് നമുക്കൊപ്പം വിശദാംശങ്ങളുമായി ചേർന്നത്. സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് അർജുന്റെ മൃതദേഹമാണോ എന്നുള്ളത് ഉറപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് DNA പരിശോധന അനിവാര്യമാണ്. പരിശോധനാ ഫലം വരാൻ 2 ദിവസം എടുക്കും എന്നുള്ളതുകൂടി നമുക്ക് മുന്നിലുള്ള കാര്യമാണ്. പക്ഷേ എന്തായാലും നേരത്തെ ഈശ്വർ മൽപേ നമ്മളോട് സംസാരിച്ചിരുന്നു, ന്യൂസ് 18നോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം അവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അരമണിക്കൂറിനുള്ളിൽ അദ്ദേഹം ആ സ്ഥലത്തേക്ക് എത്തുമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു പ്രാഥമികമായ ഒരു നിഗമനം ഈ വിഷയത്തിൽ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് കരുതാം. ശിരൂരിൽ മണ്ണിടിച്ചിൽ അപകടത്തിൽ ഇത്തരത്തിൽ കാണാതായ ആരെങ്കിലും തന്നെയാണോ എന്നുള്ളതെങ്കിലും നമുക്ക് ഉറപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ അത് അർജുൻ തന്നെ ആകാം. അർജുനാണ് എന്ന് ഉറപ്പിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ DNA പരിശോധനാ ഫലം പുറത്തുവരണം. അത് തന്നെയാണ് കുടുംബവും ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ മറ്റൊരു സാധ്യത ഈ ശിരൂർ ദുരന്തത്തിൽ തന്നെ കാണാതായ മറ്റ് 2 പേരാകാനുള്ള ഒരു സാധ്യത മുന്നിൽ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം 6 ദിവസം മുമ്പ് അവിടെ കാണാതായ ഒരു മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹമാകാനുള്ള സാധ്യത കൂടി തള്ളിക്കളയുന്നില്ല. എന്തായാലും കടലിൽ ഒഴുകി നടക്കുന്ന അവസ്ഥയിലായിരുന്നു മൃതദേഹം മത്സ്യത്തൊഴിലാളികൾ കണ്ടത്. കാലിൽ ഇത്തരത്തിൽ വല കുരുങ്ങിയ ഒരു അവസ്ഥ കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് KV ബൈജു നേരത്തെ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. എന്തായാലും KV ബൈജുവിലേക്കും TG സജിത്തിലേക്കും ഒക്കെ വരും നിമിഷങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വന്നതിന് ശേഷം നമുക്ക് മടങ്ങിയെത്താം.